ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ പറ്റി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അനേക ഉപമകൾ പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷം യേശു തന്നെ സംസാരിക്കുന്നതാണിത്. 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അനേക ഉപമകൾ കേട്ടു. ഇന്നലെ നമ്മൾ കേട്ടു കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ ട്രഷർ. ഇന്ന് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ പേൾ. ഇവിടെ വായിക്കാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയാതെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. കണ്ടോ? പിന്നെ ഇത് കണ്ടോ? അത് ആ വയലിലെല്ലാം ഒരു മുത്ത് കണ്ടു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണെന്ന്. വയലിൽ ഒളിച്ചു വെച്ചേക്കാണ് ഒരു നിധി, ട്രഷർ. അത് നമ്മൾ കണ്ടു. പിന്നെ പറയാണ് സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി പോവാണ് മുത്ത്. സോ പേൾ, ഹാവ് യു സീൻ പേൾസ്? പേൾസൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? നല്ല ആലയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലാണല്ലോ. ഹൈദരാബാദിൽ ചാർമിനാർ ഈസ് കോൾഡ് ദ പേൾ സിറ്റി. അപ്പോൾ അവിടെ ഒത്തിരി പേര് വന്ന് ചീപ്പായിട്ട് കിട്ടും, നല്ല പ്യുവർ പേളൊക്കെ കിട്ടും. അപ്പം അത് സോ ദാറ്റ് ഈസ് എ വെരി നൈസ് തിങ്. It is lasting in the pearl. Our city is well known. See, we get beautiful pearls there in Charminar. People from all over the world and country come and buy pearls there. ആ പേൾസ് എന്ന് പറയുമ്പോൾ നല്ല വൈറ്റ് കളറാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ്, ഒരു ഫിഷിൻ്റെ വയറ്റിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സമുദ്രത്തിൽ നിന്ന്. സോ അതാണ് പേൾസ് ഇത്ര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വി ഷുഡ് ഗോ ആഫ്റ്റർ എ ന്യൂ പേൾ. ആ ന്യൂ പേൾ എന്ന് പറയുന്നത് ജീസസ് ആണ്, യേശു ക്രിസ്തുവാണ്. അപ്പം യേശു ക്രിസ്തുവിനെ കിട്ടിയവർ കിങ്ഡം ഓഫ് ഹെവൻ വിൽ ബി ലൈക്ക് എ പേൾ ഫോർ ദം. സോ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞ് നമ്മുടെ ചിന്തയെല്ലാം വേറെ ഒരു പേൾ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ. എങ്ങനെയാലും സ്വർഗരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, സ്വർഗരാജ്യത്തിന് നമ്മൾ എത്തണം. സ്വർഗരാജ്യത്തെപ്പറ്റി നമ്മൾ മെസ്സേജ് കേട്ടാൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, വർക്ക് ചെയ്യണം. ആ സ്വർഗരാജ്യം വിസ്തരിക്കാൻ വേണ്ടി, അതായത് വിസ്താരമാക്കണം, എക്സ്പാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ പോപ്പുലേറ്റ് ചെയ്യണം. സാത്താൻ്റെ രാജ്യത്തെ നശിപ്പിച്ചിട്ട് ദൈവരാജ്യം നമ്മൾ പണിതുകൊണ്ടിരിക്കണം. അനേക ആത്മാക്കളെ രക്ഷിച്ച് അവിടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഒരു പേളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മർച്ചൻ്റ് എന്നാ ചെയ്തേ? ആ വ്യാപാരി എന്താ ചെയ്തേ? ഹി ഗേവ് എ ഗ്രേറ്റ് പ്രൈസ് ടു ബൈ ദാറ്റ് പേൾ, അല്ലേ? എല്ലാം പോയി വിറ്റിട്ട്, കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റിട്ട് ആ പേളെല്ലാം വാങ്ങിക്കാനായിട്ട് ഈ വ്യാപാരി